ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഞായറാഴ്ച നമുക്ക് ഒരുമിച്ച് വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ സർവകൃപാലുവായ ദൈവം നമുക്ക് അവസരവും ആയുസ്സിൽ നമുക്ക് കർത്താവ് അനുവദിച്ച് തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവദാസൻ ദൈവമക്കൾ നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കലൂടെ വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ പ്രാരംഭമായി അറിയിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ആലോചനകളെ ദൈവത്തിൽ നമുക്ക് കേൾക്കുവാനായിട്ട് കഴിഞ്ഞു. കർത്താവ് തൻ്റെ വചനത്താൽ നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിൻ്റെ എല്ലാ വഴികളെയും ഓർത്ത് ഞാൻ കർത്താവിന് നന്ദിയോടെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. എബ്രായ ലേഖനം 12-ാം അധ്യായം നമ്മൾ തുടർമാനമായിട്ട് കുറച്ച് നാളുകളായി അല്ലെങ്കിൽ കുറച്ചാഴ്ചകളായി നമ്മൾ ചിന്തിക്കുന്ന ഭാഗമാണ്. തീർത്തെടുക്കാനായിട്ട് നമുക്ക് ഒരുപാട് വിശദീകരിക്കേണ്ടുന്നൊരു ഭാഗമായതുകൊണ്ടാണ് ഇതിങ്ങനെ ആവർത്തിച്ചിങ്ങനെ വരേണ്ടി വരുന്നത്. ഇന്നുകൊണ്ടെങ്കിലും തീർക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അത് നോക്കാം, കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. 12-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് പരിചിതമായ വേദഭാഗമാണ്. അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വേദഭാഗമാണ് നമ്മൾ വായിച്ച് അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രാരംഭ ഭാഗം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞിരുന്നു. എന്തുമായിരുന്നു നമ്മൾ? ആകയാൽ നാമും സാക്ഷികൾ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. അവിടം വരെയാണ് നമ്മൾ ചിന്തിച്ച് നിർത്തിയത്. അടുത്ത വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. അടുത്ത വാക്യം എങ്ങനെയാണ്? വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്തു. അടുത്തത്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവിൻ. അല്ലേ? അവിടെ ഇത്രയാണ് നമ്മൾ വായിച്ച വാക്യങ്ങൾ എന്ന് പറയുന്നത്. അടുത്തൊരു ഭാഗം കൂടെയുണ്ട്, അത് നമുക്ക് നിർത്താം. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇവിടെയായിരുന്നു. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം എന്ത് ചെയ്യുക? സ്ഥിരതയോടെ ഓടുക. ഓട്ടക്കാരൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ അവൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് സ്ഥിരതയോടുകൂടി ഓടുക എന്നുള്ളതാണ്. എന്നാൽ ഈ ഓട്ടക്കാരൻ്റെ, ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങളൊക്കെ ഒരു ട്രാക്കിലാണ്. ആ ട്രാക്കിൽ നിന്ന് കയറി പോയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ആ ട്രാക്കിൽ നിന്നിട്ട് ഇനി നിങ്ങൾ നോക്കിക്കേ, ഈ ഓടാനായിട്ട് വിസിൽ മുഴക്കുന്ന ഒരു മൂമെൻ്റ് ഉണ്ട് അല്ലേ? അതിൻ്റെ വലിയ വലിയ മാച്ചുകളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു ആകാശത്തേക്ക് ഒരു വെടി വെച്ചിട്ടാണ് അല്ലേ ആളുകൾ ഓടുന്നത്. അപ്പോൾ ആ വെടി വെക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു പ്രോസസ്സ് ഉണ്ട്. അവർ ഇരിക്കുന്നു, പതുക്കെ അടുത്ത ഇത് പറയുമ്പോൾ ഒന്ന് പൊങ്ങുന്നു, പിന്നെ ആ ലാസ്റ്റ് മൂമെൻറ്റിൽ അവരുടെ നോട്ടം എങ്ങനെയായിരിക്കും? സ്ട്രെയിറ്റ് ആണ് അവരുടെ നോട്ടം. അവരിയ്ക്കുമ്പോൾ അവരുടെ അല്ലെങ്കിൽ ആദ്യത്തെ നോട്ടം എന്ന് പറയുന്നത് നിലത്തോട്ടായിരിക്കും. പിന്നെ അടുത്ത ഒരു പറയുമ്പോഴത്തേക്കും അവരുടെ തല അവർ ഉയർത്തുന്നു. ലാസ്റ്റ് ഓടുന്നതിന് മുമ്പ് അവരുടെ നോട്ടം എങ്ങനെയായിരിക്കും? സ്ട്രെയിറ്റ് ആണ് അവരുടെ നോട്ടം എന്ന് പറയുന്നത്. ആ ഓട്ടത്തിൻ്റെ ആ നോട്ടം അവസാനിക്കുന്നത് എപ്പോഴാണെന്നറിയോ? എപ്പോഴാണ്? തോറ്റാലും ജയിച്ചാലും ഫിനിഷിംഗ് പോയിന്റിൽ എത്തിക്കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുന്നുള്ളൂ? ആ നോട്ടം ശരിയായിട്ട് ഓട്ടം അറിയാകുന്നവൻ അവൻ്റെ ആ നോട്ടം എപ്പോഴും അങ്ങനെയായിരിക്കും, സ്ട്രെയിറ്റ് ആയിരിക്കും. തൊട്ടപ്പുറം ഇപ്പുറമൊക്കെ ഒരുപാട് ട്രാക്കുകളുണ്ട്, അത് ശരിയാണ്. പക്ഷേ ഞാൻ 4ാമത്തെ ട്രാക്കിലാണ് നിൽക്കുന്നതെങ്കിൽ എൻ്റെ ലക്ഷ്യം മുഴുവൻ എന്താണ്? ഈ 4ാമത്തെ ട്രാക്കിൽ കൂടെ തന്നെ ഓടി എൻ്റെ എന്ത് ചെയ്യണം? ഓട്ടം പൂർത്തീകരിക്കണം. അപ്പോൾ അവൻ്റെ ഫോക്കസ് എപ്പോഴും എവിടെ ആയിരിക്കും? ആ ഫിനിഷിംഗ് പോയിന്റിലായിരിക്കും അവൻ്റെ ഫോക്കസ് എന്ന് കാണാൻ സാധിക്കുന്നു. ഇനി നമുക്ക് വരാം. നമ്മളോട് പറയാണ്, നിങ്ങൾ ഓടാനായിട്ട് നിൽക്കുകയാണ്. നിങ്ങൾ എല്ലാം ത്യജിച്ച് എല്ലാ ഭാരവും മുറുകെ പറ്റുന്ന പാപവും ഒക്കെ നിങ്ങൾ വിട്ടു. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഓടുക എന്നുള്ളതല്ല ആദ്യം ചെയ്യേണ്ടത്. ആദ്യം ചെയ്യേണ്ടത് എന്താണ്? മുറുകെ പറ്റുന്ന പാപവും സകല ഭാരവും ആദ്യം എന്ത് ചെയ്യണം? മാറ്റണം. അത് മാറ്റിയതിന് ശേഷമാണ് നിങ്ങളുടെ ഓട്ടം, നിങ്ങളുടെ ഫോക്കസ് ശരിയാക്കേണ്ടത്. ആ ഫോക്കസ് ശരിയായി കഴിഞ്ഞാൽ പിന്നെ ഓട്ടം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓട്ടത്തിൽ പറയാണ്, നിങ്ങൾ ആരെ നോക്കണം? യേശുവിനെ
നോക്കണം, ക്രിസ്തുവിനെ നമുക്ക് നോക്കണം. നമ്മളത് ഇംഗ്ലീഷിനകത്ത് ഇങ്ങനെ കാണിക്കുന്ന യേശു എന്ന് പറയുന്നത്, ക്രിസ്തു എന്ന് പറയുന്നത് അവനാണ് ഓതറും ഫിനിഷറും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓട്ടത്തിൻ്റെ, റേസിൻ്റെ അതിൻ്റെ സ്റ്റാർട്ടിങ്ങും അതിൻ്റെ അവസാനവും ആരാണ്? യേശുവിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ആ വാക്യം നമ്മളവിടെ വായിക്കുന്നത്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ എന്ത് ചെയ്യുക? നോക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓടുന്നൊരു ഭക്തൻ്റെ ഏറ്റവും പരമപ്രധാനമായ അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രാക്ടീസാണത്. അതാണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും പറ്റിയ കാര്യമല്ല അത്. നമുക്കൊക്കെ നമ്മൾ ഓടാൻ പോയുള്ള കുഴപ്പം എന്താണെന്നറിയാം. നമ്മുടെ കുഴപ്പം നമ്മൾ നോക്കുന്നത് ആദ്യം ഞാൻ മുന്നേ പോകുന്നുണ്ടോ എന്നുള്ളതല്ല നോക്കുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ ഓടുവാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ ഓടുവാണെങ്കിൽ എങ്ങനെ നോക്കുന്നതെന്ന് പറഞ്ഞേ. എൻ്റെ മുന്നേ ആരെങ്കിലും പോകാൻ നോക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുകയുള്ളൂ. അപ്പം നമ്മൾ അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ആഞ്ഞു പിടിച്ച് നോക്കാം, അവനെ ഞാൻ എന്തായാലും വിടാൻ എനിക്ക് പ്ലാനില്ല. നമ്മൾ ഓടിയാൽ അങ്ങനെ നോക്കത്തുള്ളൂ. പക്ഷെ ഒരു ട്രെയിൻഡായ, എക്സ്പീരിയൻസ് ആയ, പ്രാക്ടീസുള്ള ഒരു ഓട്ടക്കാരൻ അവൻ ഇടതും വലതും നോക്കത്തില്ല. അവൻ്റെ ഒപ്പം ആരോടുന്നോ, അവൻ്റെ പിന്നാലെ ആര് വരുന്നോ, അവൻ മുന്നേ ആണോ എന്ന് പോലും അവൻ നോക്കത്തില്ല. അവൻ്റെ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ അവൻ ട്രെയിൻഡ് ആണെങ്കിൽ അവൻ്റെ എക്സ്പീരിയൻസ് എന്താണ്? അവൻ്റെ നോട്ടം നേരെയാണ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ എക്സ്പീരിയൻസ് ആണ് നിങ്ങളും ഞാനും അനുഭവിച്ച് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്തെടുക്കേണ്ട ഒരു ഓട്ടമാണ് എന്ത്? യേശുവിനെ മാത്രം നോക്കാൻ നിങ്ങൾക്ക് പറ്റണമെന്നുള്ളതാണ്. ക്രിസ്തുവിനെ മാത്രം നോക്കാനായിട്ട്. ഇനി നിങ്ങൾ നോക്കിയേ, എന്നെ മൊത്തത്തിലൊന്ന് നോക്കിയേ, നിങ്ങൾ അവിടെ നോക്കിയേ. എന്നെ നോക്കുമ്പോൾ എന്തെല്ലാം കുറ്റങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് പറ്റും അല്ലേ? ശരിക്കും ആഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ പാസ്റ്റർ എന്ന് പറയുന്ന പുള്ളിക്കാരൻ വെള്ള ഷർട്ട് ഇട്ടിട്ടില്ല, ഫുൾ സ്ലീവ് ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വേണം കറുത്ത പാൻറ്റും ഒക്കെ നിങ്ങൾക്ക് വേണം, അത് അങ്ങനെങ്കിൽ അത് വേണേൽ അംഗീകരിക്കാം. പകുതി ഓക്കെ പാസ്റ്റർ എന്ന് പറഞ്ഞാൽ. പിന്നെ ക്ലീൻ ഷേവ് അതൊക്കെ. അപ്പം നിങ്ങൾ നോക്കുമ്പം പറയാൻ കുറേ കാരണങ്ങളുണ്ടാകും. ഇനി അടുത്തിരിക്കുന്ന ആളെ നോക്കിക്കേ. ആളെ നോക്കുമ്പോഴും നിങ്ങൾക്ക് പല കാര്യങ്ങളോ ഇങ്ങനെ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും നമുക്ക്. ഇങ്ങനെ പറയുന്നവരാണ് ഒരുപാട് പേരും ദൈവസഭയ്ക്കുള്ളിൽ ഉള്ളത്. എന്നാൽ ശരിയായിട്ടോട്ട്, അതാ ഞാൻ പറഞ്ഞത്, പ്രാക്ടീസ് എന്ന് പറഞ്ഞില്ലേ ആദ്യം പറഞ്ഞത്, ആ ട്രെയിൻഡ് ആയിട്ടുള്ള പ്രാക്ടീസായിട്ടുള്ള ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ അവൻ ആരെയും നോക്കത്തില്ല. അവന് നോക്കാൻ ഒരുവനുണ്ട്, അത് കർത്താവിനെ മാത്രമായിരിക്കും അവൻ ജീവിതത്തിൽ നോക്കുന്നത്. ഏത് ആവശ്യങ്ങളിലും അടുത്തു വരാൻ കഴിയുന്നവൻ, ഏത് വിഷയത്തിലും ഇടപെടാൻ കഴിയുന്നവൻ, ഏത് പ്രശ്നവും പരിഹരിക്കാൻ കഴിയുന്നവൻ, ഏത് ജീവിത സാഹചര്യത്തിലും താങ്ങാൻ കഴിയുന്നവൻ കർത്താവ് മാത്രമുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് അവനെ മാത്രം നോക്കുന്ന ഒരു ഓട്ടമാണ് ശരിയായ ജീവിതത്തിൻ്റെ, അല്ലെ ശരിയായ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഓട്ടം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് അങ്ങനല്ല. പലപ്പോഴും നമുക്ക് നോക്കാൻ പലരുമുണ്ട് നമ്മുടെ ചുറ്റും. പലരെയും നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ട്. പലരെയും വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ അതങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നമുക്ക് പറയാനായിട്ട് കഴിയും. എന്നാൽ യേശുവിനെ നോക്കിക്കേ. ഈ ഭൂമിയിൽ 33.5 വർഷക്കാലം യേശു ജീവിച്ചിരുന്നു. അവനെക്കുറിച്ച് കുറ്റം കണ്ടെത്താൻ വേണ്ടി പല വഴി ശ്രമിച്ചു നോക്കി. പരീശന്മാരും ന്യായശാസ്ത്രിമാരും പുരോഹിതന്മാരും അടങ്ങുന്ന മേലധ്യക്ഷന്മാർ പലവുരുവായി പലതവണയായി പല വിധത്തിൽ കൂടെ അവനിൽ കുറ്റം കണ്ടെത്താൻ നോക്കിയിട്ട് പറ്റാതെ വന്നിട്ട് അവന് വേണ്ടി കള്ളത്തരം പറയാൻ കള്ളസാക്ഷികളെ ഇറക്കിയിട്ടാണ് യേശുവിനെ ക്രൂശിക്കാനായിട്ട് വിട്ടതെന്ന് കാണുവാൻ സാധിക്കുന്നു. എന്നിട്ടോ നീതിന്യായ കോടതികൾ മാറി മാറി വിസ്തരിച്ചിട്ട് ഒടുവിൽ ആ നീതിന്യായ കോടതികൾ ഒന്നടങ്കം പറഞ്ഞൊരു വാക്കുണ്ട്, ഇവനിൽ യാതൊരു കുറ്റവും കാണുന്നില്ല. ആ ഒരു കുറ്റവും കാണാനില്ലാത്ത യേശുവിനെ നോക്കി ജീവിക്കുന്ന, യേശുവിനെ നോക്കി ഓടുന്ന ഒരുവനെ പറയാൻ പറ്റത്തുള്ളൂ, അവനാണ് എൻ്റെ വിശ്വാസത്തിൻ്റെ നായകൻ, പൂർത്തി വരുത്തുന്നവൻ അവനാണെന്ന്. ഈ സ്റ്റാർട്ടിങ് മാത്രം ചിലർക്ക് അങ്ങനെയാണ്. സ്റ്റാർട്ടിങ് ആരിലായിരിക്കും? ശരിക്കും കർത്താവിലുള്ള നമ്മളെ ഒന്ന് ചിന്തിച്ച് നോക്കി. നമ്മുടെ ഈ പ്രാരംഭ സമയം എന്നൊക്കെ പറയുന്നത് അല്ലേ, എത്ര സിൻസിയറായിട്ടുള്ള കർത്താവ് എന്നൊക്കെ പറയുമ്പം നമ്മുടെ അതിനകത്ത് ഒരു നമ്മളൊന്ന് സ്വയപരിശോധനയ്ക്ക് വിട്ടു നോക്കിയേ. നമ്മളൊന്ന് അല്ലേ, എത്ര തീക്ഷ്ണമായിട്ടുള്ള, എത്ര ആത്മാർത്ഥത നിറഞ്ഞുള്ള, എത്ര എന്താ പറയുക, ആ ഒരു സിൻസിയറിറ്റി. അവിടെയൊന്നും ആ കാലഘട്ടത്തിൽ നമ്മുടെ ചെവിക്കാത്തൊരു ആരൊക്കെ എന്തെല്ലാം കുറ്റങ്ങൾ വന്ന് പറഞ്ഞാലും നമ്മുടെ ചെവിയിൽ അത് ഏശത്തില്ല. കാര്യം എന്താ? നമുക്ക് അത്ര ആത്മാർത്ഥമായ തികഞ്ഞ സ്നേഹമായിരുന്നു ആരോടുണ്ടായിരുന്നത്?
കർത്താവിനോടുണ്ടായിരുന്നത്. ആ കാര്യം എന്താ? നമുക്ക് മനസ്സിലായി, എൻ്റെ കർത്താവേ, ഈ പടുകുഴിയിൽ നിന്ന് എന്നെ കൈപിടിച്ച് നടത്താൻ അങ്ങല്ലാതെ മറ്റൊരുത്തൻ ഇല്ലായിരുന്നു. അതെൻ്റെ ഒരു തിരിച്ചറിവായിരുന്നു, അതെന്നിൽ കിട്ടിയൊരു വെളിച്ചമായിരുന്നു. അതായിരുന്നു നമ്മുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളെ മുൻപോട്ട് നയിച്ച നമ്മുടെ പ്രേരക ശക്തി എന്ന് പറയുന്നത് ആ കർത്താവിനെ അനുഭവിച്ചുള്ള കർത്താവിനോടുള്ള ആത്മാർത്ഥമായ സ്നേഹമായിരുന്നു. എന്നാൽ പിന്നീട് ഇനി നമ്മളിങ്ങനെ ചിന്തിച്ച് വന്നേ ഇപ്പോൾ നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? ആ ആദ്യ സ്നേഹത്തിൻ്റെ അനുഭവങ്ങൾ നമ്മളിൽ അവശേഷിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനല്ല. അതാ ഞാൻ ആദ്യം പറഞ്ഞത്, നിങ്ങൾ ആരും ഓടാൻ തിടുക്കം കൂട്ടണ്ട. ഓടാൻ നിങ്ങൾ പതുക്കെ ഓടിത്തുടങ്ങിയാൽ മതി. എല്ലാം മനസ്സിലാക്കിയിട്ട് ഞാൻ എന്തിനോടണമെന്ന് അറിഞ്ഞിട്ട് നമ്മൾ ഓടിയാൽ മതി. എന്താണ് മനസ്സിലാക്കേണ്ടത്? ഞാൻ ഇറങ്ങിയപ്പോൾ എങ്ങനെ കർത്താവിനെ കണ്ടോ അതേപോലെ തന്നെ അവസാനം വരെ എൻ്റെ കർത്താവിനോടുള്ള സ്നേഹവും ആത്മാർത്ഥതയും വിശ്വാസവും നിലനിർത്തിക്കൊണ്ട് ഓടാൻ കഴിയണമെന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഓടുന്ന ഒരു വിശ്വാസ ജീവിതത്തിന് വേണ്ടിയാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ സ്വർഗരാജ്യം അല്ലെങ്കിൽ സ്വർഗത്തിൽ പോവുക എന്നൊക്കെ പറയുന്നത് പെന്തക്കോസ്തിൽ വന്നാൽ കിട്ടുന്ന ഒരു സ്ഥലമൊന്നും അല്ല. ഏത് ഈ സ്വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രക്ഷിക്കപ്പെട്ടാലും കിട്ടുന്ന സ്ഥലമൊന്നും അല്ല ഈ സ്വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്നാനപ്പെട്ടവർക്കും കൊടുക്കുന്ന സ്ഥലമൊന്നും അല്ല സ്വർഗം എന്ന് പറയുന്നത്. കർത്തൃമേശ സ്വീകരിച്ചിട്ട് സുവിശേഷം പറഞ്ഞ് നടക്കുന്നവർക്കും വേണ്ടി വെച്ചിരിക്കുന്ന സ്ഥലമൊന്നും അല്ല സ്വർഗരാജ്യം. അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. ഞാൻ പെന്തക്കോസ്തിൽ വന്നു, കർത്തൃമേശ സ്വീകരിച്ചു, സ്നാനപ്പെട്ട് വിശ്വാസം സ്വീകരിച്ചു, ഞാൻ എല്ലാ കൂട്ടായ്മയിലും പങ്കെടുക്കുന്നുണ്ട്, എന്നെക്കുറിച്ച് പറയാൻ ഒരു കുറ്റവും ഇല്ല എന്ന് തോന്നി അങ്ങനെ ജീവിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് സ്വർഗം. നിങ്ങൾ ചിന്തിക്കരുത്, അങ്ങനത്തെ അല്ല സ്വർഗം. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയൊന്നും അല്ല. യേശു കർത്താവ് തന്നെ പറഞ്ഞ ഉപമകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. സ്വർഗരാജ്യം എന്ന് പറയുന്നത് പലവക മീനിനെ പിടിക്കുന്ന ഒരു വലയ്ക്ക് സാദൃശ്യം. ഏതിനെക്കുറിച്ചാണ് പറഞ്ഞേ? സ്വർഗരാജ്യത്തെക്കുറിച്ച്. അത് ഭൂമിയെക്കുറിച്ചൊന്നും അല്ല പറഞ്ഞത്, സ്വർഗരാജ്യത്തെക്കുറിച്ച്. അതായത് ദൈവരാജ്യത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവർ പലവക മീനുകൾക്ക് തുല്യമാണ്. അവിടെ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ എന്തു ചെയ്യും? കയറിയിരിക്കും. പക്ഷേ ഇതിൽ നിന്ന് നല്ലതിനെ എന്തു ചെയ്യും? പെറുക്കി മാറ്റിയിട്ട് അല്ലാത്തതിനൊക്കെ എന്തു ചെയ്യും? എറിഞ്ഞു കളയും. അടുത്ത ഭാഗത്ത് പറഞ്ഞിരിക്കുന്നുണ്ട്, സ്വർഗരാജ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു കൊയ്ത്തിന് തുല്യമാണ്. അത് കളപ്പുറയിൽ ശേഖരിച്ച് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നെല്ലിന് തുല്യമാണ്. അതിലെന്ത് ചെയ്യും? പതിരൊക്കെ എന്തു ചെയ്യും? എടുത്ത് കെടാത്ത തീയിലിട്ട് നല്ലത് കളപ്പുരയിലേക്ക് മാറ്റും. അപ്പോൾ ഈ കളപ്പുരയിലേക്ക് മാറ്റുന്നതും നല്ലതിനെ എടുത്തു വെക്കുന്നതുമായ ഒരു സമയമുണ്ട്. അപ്പോൾ ദൈവസഭ എന്ന് പറയുന്നത് എന്താണ്? ഈ പലവക കയറിയിരിക്കുന്ന കൂട്ടമാണ്. പലവക കയറിയിരിക്കുന്നത്, അല്ലാണ്ട് ലോകത്തെക്കുറിച്ചല്ല അത് പറഞ്ഞിരിക്കുന്നത്. പല വക എല്ലാം ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന സംഗതികളൊക്കെ ഉള്ളവരുണ്ടാവും. പക്ഷേ അങ്ങനെയുള്ളവർക്ക് വേണ്ടി അല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അവനെ മാത്രം നോക്കി, യേശുവിനെ മാത്രം നോക്കി, അവനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു ഭക്തന് വേണ്ടി മാത്രമാണ് സ്വർഗരാജ്യം എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ഒരു വ്യക്തിയെ കൂടെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. യേശുവിനെ നോക്കി യാത്ര തിരിച്ച ഒരു ഭക്തനെ ആ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കാൻ തീരില്ല. നമുക്കതുകൂടെ പറഞ്ഞ് എൻ്റെ സമയം തീരും, നമുക്ക് അവസാനിപ്പിക്കാം. പത്രോസിനെ നമുക്കറിയാം. ഒരിക്കൽ ശിഷ്യന്മാർ പിന്നെ യേശുവിൻ്റെ വചനമെല്ലാം കേട്ട് അവരങ്ങനെ നിന്ന് കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ 5 അപ്പവും 5000 പേർക്കൊക്കെ കൊടുത്ത് അവരങ്ങനെ സന്തോഷിച്ച് ഭക്ഷണം എല്ലാം കഴിഞ്ഞതിന് ശേഷം യേശു എന്ത് ചെയ്തു? ഇവരെ പറഞ്ഞ് അക്കരയ്ക്ക് വിടുവാണ്. അക്കരയ്ക്ക് വിടുമ്പോൾ ശിഷ്യന്മാർ അങ്ങനെ പോകുന്നു. യേശുവിൻ്റെ വാക്ക് കേട്ട് ഇങ്ങനെ കടലിൽ കൂടെ അവർ യാത്ര ചെയ്യുന്നു. യാത്ര സുഖം, കുഴപ്പമൊന്നുമില്ല, കർത്താവിൻ്റെ വാക്കാണല്ലോ. തുടങ്ങിയപ്പോൾ നല്ല സുഖമായിട്ട് തോന്നി, വലിയ കുഴപ്പമൊന്നുമില്ലാത്തതുപോലെ അക്കരയ്ക്ക് യാത്ര ചെയ്യാൻ സഞ്ചാരി പാട്ടൊക്കെ പാടി അവരിങ്ങനെ യാത്ര ചെയ്ത് കുറേ എല്ലാം അങ്ങനെ പോയി കഴിഞ്ഞ് രാത്രിയുടെ 4 യാമത്തിലെത്തിയപ്പോഴത്തേക്കും, അല്ലെങ്കിൽ കാറ്റ് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും കാറ്റും കോളും കടലും എല്ലാം എതിരായിട്ട് വന്നു. പ്രതികൂലമാകുന്ന ജീവിത സാഹചര്യം ഇങ്ങനെ വന്ന് ശിഷ്യന്മാർക്ക് മുൻപോട്ട് പോകാൻ കഴിയാത്ത വിധം പടകങ്ങോട്ട് ആട്ടി ഉലയുകയാണ്. മരണത്തെ മുഖാമുഖമായി കണ്ട ഒരു വല്ലാത്തൊരു നിമിഷം. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന അനുഭവങ്ങൾ. പകച്ചു നിൽക്കുകയല്ല, അത് അങ്ങനെ തന്നെ പറയാം. എന്ത് ചെയ്യണമെന്നറിയാതെ വരുമ്പോൾ ഒരു സമയത്തുണ്ടല്ലോ, എന്തും ചെയ്യാതെ നിൽക്കും നമ്മൾ. അങ്ങനെ അത്തരം സന്ദർഭങ്ങളിൽ കണ്ണു വീഴ്ചിങ്ങനെ നമ്മൾ സ്റ്റക്കായിട്ട് നിൽക്കുക എന്നൊക്കെ പറയില്ല. അങ്ങനെ അത്തരം ഒരു സന്ദർഭം ഇങ്ങനെ നിൽക്കുകയാണ് ശിഷ്യന്മാർ. എന്ത് ചെയ്യണം എന്നല്ല അവരുടെ എല്ലാ കഴിവുകളും നോക്കി, പക്ഷെ നിവൃത്തിയില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് കർത്താവ് എന്ത് ചെയ്യാണ്? കടലിൻ്റെ മുകളിൽ കൂടെ നടന്നു വരികയാണ്. ഒരു കാര്യം ഞാൻ പറയാം, ഒരു സന്ദേശം നിങ്ങളോട് പറയാം. കർത്താവ് ഇറങ്ങിയെന്ന് വിചാരിച്ചുകൊണ്ട് ശാന്തമായ ഒരു യാത്രയാണെന്ന് ഒരിക്കൽ പോലും നമ്മൾ എന്ത് ചെയ്യരുത്? ചിന്തിക്കരുത്. അങ്ങനത്തെ ഒരു ജീവിതത്തിന് വേണ്ടി കർത്താവ് വിളിച്ചിട്ടില്ല. ശാന്തത വേണമെങ്കിൽ നിങ്ങൾ ഇന്നും രാവിലെ എഴുന്നേറ്റ് കർത്താവെ ഇന്ന് എന്നെ ജീവനോടെ എടുക്കണം, അല്ല ഇന്ന് തന്നെ എൻ്റെ ജീവനെ എടുക്കണമേ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നവർക്കുള്ള സ്ഥലമാണ് ഏതെന്ന് പറയുന്നത്
ശാന്തത കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്തോളം കർത്താവ് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്? കഷ്ടത ഉണ്ട്. അത് കർത്താവ് ഗ്യാരണ്ടി ചെയ്ത കാര്യമാണ്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ കൊണ്ട് തീർന്നില്ല. എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. എന്താ പറഞ്ഞിരിക്കുന്നതെന്നറിയോ? കഷ്ടമുണ്ട് എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ ഇരിക്കണം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ധൈര്യപ്പെട്ടിട്ട് എന്ത് ചെയ്യണം? ഞാൻ ലോകത്തെ ജയിച്ചതുപോലെ നിങ്ങളും അങ്ങനെ ലോകത്തെ ജയിക്കുന്നവർക്ക് വേണ്ടി, ഞാൻ ആദ്യം പറഞ്ഞ ഈ കളപ്പുര എന്ന് പറയുന്നത് ലോകത്തെ ജയിച്ചവർക്ക് വേണ്ടി, അത് വേറെ വിഷയത്തിലേക്ക് ഞാൻ വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ശാന്തമാണ് ജീവിതമെന്ന് ചിന്തിക്കണ്ട. അങ്ങനെ ചിന്തിച്ചാൽ നമ്മൾ പെട്ടുപോകും. അങ്ങനല്ല. ജീവിതത്തിൽ പ്രയാസങ്ങളും കാറ്റും കോളുകളും ഒക്കെ ഉണ്ട്. അതിനെ അതിജീവിച്ചുകൊണ്ട് തന്നെ വേണം ക്രിസ്തീയ ജീവിതം മുൻപോട്ട് പോകാൻ. അങ്ങനെ കാറ്റും കടലും തിരമാലകളെല്ലാം ഏറി വന്ന് അതിൻ്റെ മുകളിൽ കൂടെ ആര് വരികയാണ്? കർത്താവ് വരികയാണ്. ആ സമയത്ത് പത്രോസ് കണ്ട് ഞെട്ടി അലറി പേടിച്ച് അവൻ എന്താ പറയുക, ഭൂതം എന്നൊക്കെ പറഞ്ഞാണ് അവൻ അലറുന്നത്, അല്ലേ? ഇതാണ് ഈ ഒരുപാട് ടെൻഷൻ നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മുടെ തലയ്ക്ക് ഒരു പ്രശ്നത്തിന് നമ്മൾ കൊടുക്കരുത്. നമ്മൾ ഒരുപാട് ടെൻഷൻ, അത് കർത്താവ് ഒരുപാട് നല്ല ടെൻഷനേ നമ്മുടെ തലയിലേക്ക് എന്ത് ചെയ്യരുത്, വരുത്തരുത്. കർത്താവ് പറഞ്ഞാണ്, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. കർത്താവ് തന്നേച്ചു പോയിരിക്കുകയാണ് യേശുവിൻ്റെ സമാധാനം. അതിങ്ങനെ കലങ്ങി മറിഞ്ഞു കളയേണ്ടതല്ല. അങ്ങനെ കലങ്ങി മറിഞ്ഞാലുള്ള കുഴപ്പം എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാൻ പറ്റാതെ വണ്ണം വരും. ഈവൻ ദൈവത്തെ പോലും നമ്മൾ എന്ത് ചെയ്യും, മറന്നു കളയും. അല്ലെങ്കിൽ ദൈവമുഖം പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മളായിത്തീരുമെന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. യേശുവിനെ കണ്ടിട്ട് ഭൂതെന്ന് പറഞ്ഞ് അവൻ അലറി. ആ സമയത്ത് കർത്താവ് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാനാകുന്നു. ആ സമയത്ത് പത്രോസ് പറയാണ്, കർത്താവേ, നീ ആകുന്നെങ്കിൽ നിൻ്റെ അടുക്കൽ വരേണ്ടതിന് എനിക്ക് അനുവാദം തരണം, അല്ലേ? വരം തരണം നിൻ്റെ അടുക്കിലേക്ക് വരാൻ. ഇതൊന്നും അല്ല അവിടുത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരിപ്പം മരിക്കാൻ പോവാണ്. പക്ഷെ പത്രോസിന് ആവേശം കൊണ്ട് പറഞ്ഞു, കർത്താവേ, നീ ആണെങ്കിൽ നിൻ്റെ അടുക്കൽ വരാനായിട്ട് എനിക്കൊരു അനുവാദം തരണം. ഇനി നിങ്ങൾ ആ പിക്ചർ ഒന്ന് കണ്ടു നോക്കിയേ. നിങ്ങൾക്കൊക്കെ ഭാവനയുണ്ടല്ലോ, ഒരുപാട് ഭാവനയുള്ളൂ. ഭയങ്കരമായിട്ട് ഇളകി മറിയുന്നൊരു കടൽ, അതിനകത്തൊരു പടക്, രാത്രി സമയം, വെളുപ്പംകാലമാണ്, ഒരു ചെറിയൊരു പ്രകാശം ഉണ്ടെന്ന് കൂട്ടിക്കോളൂ, എന്നാൽ ഇരുട്ടാണ്. ആ സമയത്ത് ഇങ്ങനെ കടലൊക്കെ ഇളകി മറിയുന്നൊരു സമയത്ത് ഒരുത്തും പറയാണ്, കർത്താവേ, നീ ആകുന്നെങ്കിൽ നിൻ്റെ അടുക്കിലേക്ക് വരാൻ എന്നെ സമ്മതിക്കണം. കർത്താവ് പറഞ്ഞു, വരിക, പോരെ, അനുവാദം കൊടുത്തവനോട്. അപ്പോൾ ഇനി അത് നിങ്ങളിനി ഭാവന കണ്ടേ. പത്രോസ് ഈ പടകിൽ നിന്ന് കാലെടുത്ത് വെക്കുന്ന ആ ഭാവം നിങ്ങൾ നോക്കിയേ. ഇതിനു മുമ്പ് പത്രോസ് എവിടെ നടന്നിട്ടില്ല? വെള്ളത്തിൽ നടന്നിട്ടുണ്ട്. വെള്ളത്തിന് മീതെ കൂടെ എന്ത് ചെയ്തിട്ടില്ല, നടന്നിട്ടില്ല, അല്ലേ? അവൻ പത്രോസ് ഈ കാലെടുത്ത് വെക്കുമ്പോൾ വെള്ളത്തിൽ നിന്ന് കാലിങ്ങനെ എടുത്ത് വെള്ളത്തിലോട്ട് വെക്കുമ്പോൾ ആ ഭാവന നോക്കി അവൻ്റെ നോട്ടം എവിടെയായിരുന്നായിരിക്കും? കർത്താവിന് ഓതുകയാണ്. അല്ലാണ്ട് അത്രയ്ക്ക് ധൈര്യമുള്ളൊക്കെ ഉള്ള അന്നന്, അതിന് ശേഷമുള്ള ധൈര്യം നമുക്ക് കാണുന്നുണ്ട്. അപ്പം അപ്പോഴത്തെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഈ സമയത്ത് പത്രോസിൻ്റെ നോട്ടം ആരുടെ മുഖത്തായിരുന്നു? യേശുവിൻ്റെ മുഖത്ത. കാര്യം എന്താ? വരാൻ പറഞ്ഞവൻ ആരാ? കർത്താവാണ്. അവൻ ആദ്യത്തെ സ്റ്റെപ്പ് വെച്ചു, യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി. രണ്ടാമത്തെ സ്റ്റെപ്പ് വെച്ചു, കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി. മൂന്നാമത്തെ സ്റ്റെപ്പ് വെച്ച് ആഞ്ഞ് ചവിട്ടി നോക്കി. നോ പ്രോബ്ലം, സംഗതിയൊക്കെ ഓക്കെ, എക്സ്പീരിയൻസ് ആയി. ഇനിയിപ്പം കർത്താവിനെ നോക്കിയില്ലെങ്കിലും എന്തായി? കുഴപ്പമില്ല. കാര്യം എന്തായി? 3-4 സ്റ്റെപ്പ് ഞാൻ വെച്ചില്ലേ, ഞാനിപ്പോൾ ഇച്ചിരിക്ക് പഴക്കമായി. ഇനിയിപ്പോൾ എന്താണ്? ഓക്കെ, ഈസി, നോ പ്രോബ്ലം, അല്ലേ? അപ്പോൾ അവൻ ആ സമയത്ത് ആരുടെ മുഖത്തു നിന്നും അവൻ്റെ നോട്ടം മാറി? യേശുവിൻ്റെ മുഖത്തു നിന്ന് അവൻ്റെ നോട്ടം മാറി. അവൻ്റെ നോട്ടം മാറിയപ്പോഴാണ് അവൻ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത്. എന്താ? ആ കാറ്റും കോളും ഇവനെ കൊല്ലാൻ വന്ന പടക് മറിക്കാൻ ശ്രമിച്ചിരുന്ന ആ കാറ്റിനെയും കോളിനെയും എന്ത് ചെയ്തിട്ടില്ലായിരുന്നു? ശാന്തമാക്കിയിട്ടില്ലായിരുന്നു. അതിൻ്റെ മുകളിൽ കൂടെയാണ് ഇവൻ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇവൻ ഇത് കാണാതിരുന്നത് എപ്പോഴാണെന്നറിയാവോ? യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ്. ഈ കാറ്റിനെയും കോളിനെയും അവൻ എപ്പോഴാണ് തിരിച്ചറിഞ്ഞതെന്നറിയാവോ? യേശുവിൻ്റെ മുഖത്ത് നിന്നും നോട്ടം മാറിയ സമയത്താണെന്ന് കാണാൻ സാധിക്കുന്നു. ഇന്ന് പകൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഇതാണ്: ജീവിതത്തിൽ പ്രശ്നങ്ങളെ അല്ല ഞാനും നിങ്ങളും നോക്കേണ്ടത്. അത് വരും, 4 വഴിക്കും വന്നോട്ടെ, എങ്ങനെയുള്ളതായിക്കോട്ടെ, ഏത് പ്രയാസങ്ങളുമായിക്കോട്ടെ. പക്ഷെ നോക്കാൻ ഒരുവനെ മുന്നിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ, അവൻ്റെ മുഖത്തേക്ക് നോക്കി ഞാനും നിങ്ങളും യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ, വീഴാതെ വണ്ണം താഴാതെ വണ്ണം എൻ്റെയും നിങ്ങളുടെയും കരത്തെ പിടിച്ച് അങ്ങേ തീരത്തെത്തുവോളം
താങ്ങി നടത്താൻ കഴിയുന്ന ഒരു കർത്താവിനെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്. അവൻ്റെ മുഖത്തേക്ക് മാത്രമാണ് നോക്കേണ്ടത്. എക്സ്പീരിയൻസസ് അല്ല വലുതെന്ന് പറയുന്നത്. പഴക്കം നോക്കിയിട്ടല്ല കർത്താവ് വിലയിരുത്തുന്നത്. എത്ര വർഷം നിങ്ങൾ പെന്തക്കോസ്തിൽ നിന്നു എന്ന് കണക്കാക്കിയല്ല കർത്താവ് ഒന്നും കണക്കാ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, മുമ്പന്മാർ പലരും പിമ്പന്മാരും, പിമ്പന്മാരും ആരായി മാറും? മുമ്പന്മാരായി തീരും. കർത്താവ് പറഞ്ഞപ്പോൾ എക്സ്പീരിയൻസ് അല്ല ഇവിടെ പ്രധാനമെന്ന് പറയുന്നത്. പിന്നെ എന്താണ്? ആര് യേശുവിനെ നോക്കുന്നു, കർത്താവിനെ നോക്കി മാത്രം യാത്ര ചെയ്യുന്നു, അതിലാണ് കർത്താവ് വില കൽപ്പിക്കുന്നത് എന്നുള്ളത് ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ആരെ നോക്കണം? യേശുവിനെ നമുക്ക് നോക്കുവാനായിട്ട് കഴിയണം. കണ്ണുകളെ അടയ്ക്കാം, ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. ഇന്ന് പകൽ കേട്ട ഈ വചനത്തിന് മുമ്പാകെ നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് സമർപ്പിക്കാം. പ്രിയരെ, ഞാനും നിങ്ങളും ഇറങ്ങിയിരിക്കുന്ന ഈ ഓട്ടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ യാത്ര എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ ഉത്തരവാദിത്വം നിറഞ്ഞതാണ്. ഈ ജീവിതയാത്രയിൽ അല്ലെങ്കിൽ ഈ ക്രിസ്തീയ ജീവിത ഓട്ടത്തിനിടയിൽ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന, നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ലക്ഷ്യം, ആ ലക്ഷ്യത്തിൽ ആരെയാണ് ഞാനും നിങ്ങളും ഫോക്കസ് ചെയ്ത് വെച്ചിരിക്കുന്നത്? പലർക്കും പല ഫോക്കസ് ആയിരിക്കും. ചിലർക്ക് ജീവകിരീടം എന്ന് പറയുന്നവരുണ്ട്, ചിലർ പറയുന്നത് ഞാൻ സ്വർഗത്തിൽ ചെന്ന് സ്വർണ്ണ തെരുവീതികൾ എന്നൊക്കെയാണ്. പക്ഷെ അതൊന്നും അല്ല നമുക്ക് വലുതെന്ന് പറയുന്നത്. നമുക്ക് വേണ്ടി പാടുകൾ സഹിച്ച് ജീവനെ തന്നവനായ നല്ലവനായ കർത്താവിനെ, അവനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഞാനും നിങ്ങളും ഓട്ടമോടുന്നതെങ്കിൽ ആ ഓട്ടത്തിനകത്ത് ക്രിസ്തു മാത്രമായിരിക്കണം നമ്മുടെ ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്നത്. മറ്റാരെയും നമുക്ക് ശ്രദ്ധിക്കേണ്ടതില്ല. ഇടതു വരുന്നവരെയും വലതു വരുന്നവരെയും പിന്നാലെ വരുന്നവരെയും മുൻപിൽ പോകുന്നവരെയും അല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എനിക്ക് മുന്നിൽ എൻ്റെ കർത്താവുണ്ട്, അവനെ മാത്രം നോക്കുവാൻ വേണ്ടിയാണ്. ഇളകിമറിയുന്ന കടലിൻ്റെ മുകളിൽ കൊല്ലുവാൻ വരുന്ന, അല്ലെങ്കിൽ ജീവനെ എടുക്കുവാൻ വരുന്ന കാറ്റിൻ്റെ മുകളിൽ ഇറങ്ങി വന്നവനായ കർത്താവ് ജീവിത പടകിന് നേരെ ആഞ്ഞടിക്കുന്ന ഏത് പ്രതികൂല കാറ്റിനെയും അതിനെ അമർച്ച ചെയ്തുകൊണ്ട് ഒരു ശുഭകരമായ തീരത്തെത്തിക്കുവാൻ കർത്താവ് മതിയായവനാണ്. ആ കർത്താവിനെ നമുക്ക് നോക്കാം. അവൻ്റെ മുഖത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ പതിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയട്ടെ. അതിനുള്ള കൃപകൾ കർത്താവ് നമുക്ക് ഈ വചനങ്ങളാൽ നൽകി തിരുമാറാകട്ടെ എന്നുള്ള പ്രാർത്ഥനാവചനങ്ങളോടുകൂടെ എനിക്ക് സമയം അനുവദിച്ച ദൈവദാസനോടും ദൈവസഭയോടും നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.